മൂവാറ്റുപുഴ നിർമ്മല കോളേജിൽ നടന്ന സംഭവങ്ങളും അതുമായി ബന്ധപ്പെട്ട വിവാദങ്ങളും നമ്മൾ അറിഞ്ഞു കാണും. അതിനെക്കുറിച്ചുള്ള ഒരു ചർച്ചയാണ് ഇവിടെ SKSSF ക്യാമ്പസ് വിങ് നടത്താൻ ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഗസ്റ്റുകളായിട്ട് നമ്മുടെ പ്രിയപ്പെട്ട സത്താർ പന്തല്ലൂർ, ഡോക്ടർ അബ്ദുൽ കയ്യൂം ഉണ്ട്. അതുപോലെ തന്നെ ഓൺലൈനിൽ ഷെബിൻ മുഹമ്മദും ചേരുന്നുണ്ട്. ഇനി ഈ വിഷയത്തിൽ സത്താർ സാഹിബ് സോഷ്യൽ മീഡിയയിലൊക്കെ ഇടപെടുന്ന ഒരാളാണല്ലോ. ഈ വിഷയം സോഷ്യൽ മീഡിയയിലൂടെ അറിഞ്ഞപ്പോഴും ഈ വിഷയവുമായി ബന്ധപ്പെടാൻ ശ്രമിച്ചപ്പോഴും സത്താർക്കാക്ക് എന്താണ് മനസ്സിലായത്? അല്ല, ഞാനിത് പത്രത്തിൽ അറിഞ്ഞു. സോഷ്യൽ മീഡിയയിൽ കൂടുതലും ഇതിനെതിരായിട്ടുള്ള ട്രോളുകളാണ് കണ്ടത്. പിന്നെ മൂവാറ്റുപുഴ ഈ കോളേജിൻ്റെ പരിസരത്തുള്ള ചില സുഹൃത്തുക്കളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് സംസാരിച്ചു. കോളേജ് ക്യാമ്പസിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾ അവര് നിസ്കാരം പോലെയുള്ള ആരാധനാകർമ്മങ്ങൾ മാത്രമല്ല, കോളേജ് ക്യാമ്പസിൽ പഠിക്കുന്ന കുട്ടികളുടെ ഭാഗത്ത് എന്ത് ആക്ടിവിറ്റീസും നടക്കും. അത് ക്യാമ്പസിൽ, ക്ലാസ് റൂമുകളിൽ, ഹോസ്റ്റലുകളിൽ. കാരണം അത് ആ രീതിയാണ്. അതിൽ ശരിയുണ്ടാവും, തെറ്റുണ്ടാവും. അങ്ങനെയാണല്ലോ എൻ്റെ രീതി. പിന്നെ അതൊക്കെ സ്ഥാപനത്തിൻ്റെ പൊതുവായ അച്ചടക്കത്തിന് നിരക്കാത്ത രീതിയിലേക്ക് വരുമ്പോഴാണ് മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തുനിന്നോ കോളേജ് അധികൃതരോ ഒക്കെ ഇടപെട്ടുകൊണ്ട് അതിലെന്തെങ്കിലും നടപടികളൊക്കെ സ്വീകരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുക. ഇത് അവിടെ 2-3 പെൺകുട്ടികൾ അവിടെ റെസ്റ്റ് റൂമിൽ വെച്ച് നിസ്കരിച്ചത് അവിടുത്തെ ക്ലീനിങ് ജോലിക്കാർ കണ്ടു. അവരതിനെ തടഞ്ഞു. അപ്പോൾ അതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ നിങ്ങൾ പ്രിൻസിപ്പളുടെ അനുമതി വാങ്ങണമെന്ന് പറഞ്ഞു. പ്രിൻസിപ്പളുമായിട്ട് സംസാരിച്ചപ്പോൾ അതിവിടെ അനുവദിക്കില്ല എന്ന തീരുമാനം പ്രിൻസിപ്പൾ പറഞ്ഞു എന്നാണ് അറിയുന്നത്. പിന്നീടാണ് അത് അവിടെയുള്ള മറ്റു കുട്ടികളൊക്കെ അറിയുകയും അതൊരു പ്രൊട്ടസ്റ്റിലേക്ക് മാറുന്ന സാഹചര്യം ഉണ്ടായത്. ഈ പ്രൊട്ടസ്റ്റ് നടത്തിയ ആളുകൾ നിസ്കരിക്കുന്നവർ മാത്രമല്ല, മുസ്ലിങ്ങൾ മാത്രമല്ല, എല്ലാ വിഭാഗം കുട്ടികളുമുണ്ട്. കോളേജിൻ്റെ ഒരു ശൈലി അതാണല്ലോ. പ്രൊട്ടസ്റ്റ് എന്നൊക്കെ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും പല ആളുകളും ഇതിലുണ്ടാവും. അതിൽ നമുക്ക് അഭിപ്രായ വ്യത്യാസമുള്ള സംഗതി, ഈ ആരാധന എന്ന് പറയുന്നത് വളരെ പവിത്രമായ ഒരു സംഗതിയാണ്. അതിൻ്റെ ഒരു അനുമതി നേടിക്കിട്ടാൻ ഒരു പ്രൊട്ടസ്റ്റ് നടത്തുകയും ആ പ്രൊട്ടസ്റ്റ് സ്വന്തം അധ്യാപനെതിരെ മോശമായ പ്രയോഗങ്ങൾ നടത്തുകയോ ഖരാബ് ചെയ്യുകയോ അല്ലെങ്കിൽ അത്തരമൊരു സമര ശൈലിയോട് നമ്മൾ യോജിക്കുന്നില്ല. പിന്നെ അതിനെക്കുറിച്ച് പറയാം. കോളേജിന്റെ ശൈലി ഇങ്ങനെയൊക്കെ തന്നെയാണ്, കോളേജിന്റെ പ്രൊട്ടസ്റ്റിന്റെ രീതി ഇങ്ങനെയൊക്കെ തന്നെയാണ് എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ ഇവിടെ നമ്മൾ കാണേണ്ട സംഗതി, പുറത്തുള്ള പ്രചരണങ്ങൾ ഇതൊന്നുമല്ല. പുറത്ത് കോളേജ് ക്യാമ്പസിൽ പഠിക്കുന്ന കുറച്ച് പെൺകുട്ടികൾ അവർ നിസ്കരിക്കാൻ അനുമതി ചോദിച്ചു. അതിന് അനുമതി കൊടുത്തില്ല. പിന്നീട് കുറച്ച് കുട്ടികൾ കൂടുതൽ ശക്തമായിട്ട് കൂട്ടമായിട്ട് രംഗത്ത് വന്നു. അപ്പൊ ഞങ്ങളൊക്കെ ഇവിടെ ഭൂരിപക്ഷമായിട്ട് മാറിയിട്ടുണ്ട്, ഞങ്ങൾക്ക് ഇനി ഇവിടെ നിസ്കാര സൗകര്യം വേണം. അപ്പൊ അവിടെ അതിനകത്തൊരു പള്ളി സ്ഥാപിക്കണം എന്ന് ആവശ്യപ്പെട്ട സ്വഭാവത്തിലാണ് ഇതിനെക്കുറിച്ച് പുറത്തുള്ള പ്രചരണം നടക്കുന്നത്. നിങ്ങൾ തുടക്കത്തിൽ പറഞ്ഞ പോലെ കോളേജ് ക്യാമ്പസിലൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾ എല്ലാവരും നിസ്കരിക്കുന്നവരൊന്നും അല്ല. പക്ഷെ അതൊക്കെ ഒരു ചിട്ടയിൽ ജീവിക്കുന്ന ധാരാളം കുട്ടികളുണ്ട്. അപ്പൊ ആ കുട്ടികൾ അതിന്റെ സമയമാകുമ്പോൾ സ്വാഭാവികമായിട്ടും ഉള്ള സൗകര്യം എന്താണ്, ആ സൗകര്യം ഉപയോഗപ്പെടുത്തി നിസ്കരിക്കും. അത് കോളേജിലെ കാര്യം മാത്രമല്ല, എവിടെയാണെങ്കിലും. ഇപ്പം നമ്മുടെ സർക്കാർ ഓഫീസുകളിൽ ധാരാളം മുസ്ലിങ്ങൾ ജോലി ചെയ്യുന്നവരുണ്ട്. ആ ഓഫീസുകളിലൊന്നും പള്ളിയില്ല, സൗകര്യമില്ല. അതിന്റെ പരിസരത്തൊരു പക്ഷെ പള്ളി ഉണ്ടാവില്ല. ഒരു പക്ഷെ ഓഫീസിന്റെ അകത്ത് തന്നെ സൗകര്യപ്രദമായ സ്ഥലത്ത് ഒരു പേപ്പർ വിരിച്ച് നിസ്കരിക്കുന്നത് കാണാൻ പറ്റും. നമ്മൾ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ ട്രെയിനിൽ ധാരാളം ആളുകൾ നിസ്കരിക്കാറുണ്ട്. ട്രെയിനൊരു 10 മിനിറ്റ് നിർത്തിയിടുന്ന ഒരു സമയമാണെങ്കിൽ പ്ലാറ്റ്ഫോമിൽ മുണ്ട് വിരിച്ച് നിസ്കരിക്കാറുണ്ട്. ഇതൊക്കെ ഇപ്പൊ നാട്ടിൽ നടക്കുന്നൊരു കാര്യമാണ്. ഇതിനാരും തടസ്സപ്പെടുത്തിയതായിട്ട് നമ്മൾ ആരും കേട്ടിട്ടില്ല. ഇത് ആർക്കെങ്കിലും ദോഷകരമാവുന്ന സംഗതിയായിട്ട് കാണുന്നില്ല. ഇതൊക്കെ നാട്ടിൽ നടക്കുന്നൊരു കാര്യമാണ്. അപ്പൊ അതേപോലെ സ്വാഭാവികമായും ആ കോളേജ് ക്യാമ്പസിലെ റെസ്റ്റ് റൂമിലോ ക്ലാസ് റൂമിലോ എവിടെയെങ്കിലും സൗകര്യപ്രദമായ സ്ഥലത്ത് 2-3 കുട്ടികൾ
നിസ്കരിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അവർക്ക് നിസ്കരിക്കാവുന്നേ ഉള്ളൂ. അതവിടെ നടന്നു വരുന്നൊരു കാര്യമാണ്. മൂവാറ്റുപുഴ കോളേജിൽ മാത്രമല്ല, എല്ലാ കോളേജിലും നടക്കുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. അപ്പൊ അതിനെ ഒരു വർഗീയമായ സ്വഭാവത്തിലേക്ക് തിരിച്ചുവിടാൻ വേണ്ടി പലരും ശ്രമിച്ചു. ഇതൊരു വലിയ സംഭവമാകുമോ എന്ന് ഭയന്ന് പലരും പെട്ടെന്ന് അത് അവസാനിപ്പിക്കാൻ വേണ്ടി ധൃതി കാണിച്ചു. ഇത് റീഓപ്പൺ ചെയ്യേണ്ട കാര്യമൊന്നുമല്ല. ആ ധൃതി കാണിച്ച് അവസാനിപ്പിച്ചത് നല്ല രീതിയിൽ അങ്ങനെ ആ വിഷയം അവസാനിക്കുകയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല, അവസാനിപ്പിക്കുക തന്നെയാണ് വേണ്ടത്. പക്ഷേ പുറത്ത് ബാക്കി നിൽക്കുന്ന ഒരു കാര്യം, ഇപ്പോ കുട്ടികൾ ഇതിനു വേണ്ടി ആവശ്യം ഉന്നയിച്ചു, മാനേജ്മെന്റ് അതിനനുവദിച്ചില്ല. അതിന്റെ പരിസരത്തുള്ള മഹല്ല് ജമാഅത്തുകൾ പോലും കുട്ടികളുടെ ഭാഗത്ത് തെറ്റുപറ്റി. ഇപ്പൊ കുട്ടികൾ നിസ്കരിക്കാൻ വേണ്ടി ആവശ്യം ഉന്നയിച്ചത് ഒരു മഹാ അപരാധമായി മാറുകയും ഇതിന്റെ അവകാശം കൊടുക്കാത്ത മാനേജിംഗ് കമ്മിറ്റി ഒരു നല്ല ഉള്ള ചമഞ്ഞ് നിൽക്കുന്ന സാഹചര്യമാണ് ഇപ്പോൾ പുറത്തുള്ളത്. ഇതൊരിക്കലും ഒരു ശരിയായ അതിന്റെ ഒരു സത്യാവസ്ഥ അതല്ല. പൂർണ്ണമായിട്ടും അവിടെ കുട്ടികൾ ന്യായമായ അവരുടെ ആവശ്യം ഉന്നയിച്ചെന്ന് മാത്രം. അത് അനുവദിച്ചു കൊടുക്കേണ്ട ഒരു ആവശ്യമാണ് അവർ ഉന്നയിച്ചിട്ടുള്ളത്. പിന്നൊരു ക്രിസ്ത്യൻ മാനേജ്മെന്റിന്റെ സ്ഥാപനത്തിൽ, ഒരു സ്വതന്ത്ര അധികാരമുള്ള സ്ഥാപനത്തിൽ അവിടെ ഇതൊന്നും അനുവദിക്കപ്പെടേണ്ടതില്ല എന്നൊക്കെയാണ് വാദമെങ്കിൽ, ഇതേ ക്രിസ്ത്യൻ മാനേജ്മെന്റുകൾ തന്നെ നമ്മുടെ നാട്ടിലൊക്കെ നടക്കുന്ന ധാരാളം ആശുപത്രികളിൽ അവർ പ്രയർ ഹാള് തന്നെ മുസ്ലിങ്ങൾക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇന്ന് ഞാൻ വളരെ പ്രശസ്തമായ എന്നാൽ മുസ്ലിങ്ങളൊന്നും അത്ര കൂടുതൽ താമസിക്കാത്ത ഒരു ഏരിയയിലെ ക്രിസ്ത്യൻ മാനേജ്മെന്റ് കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു ഹോസ്പിറ്റൽ അതിന് ബന്ധപ്പെട്ട് അന്വേഷിച്ചു. അവിടെ മുസ്ലിംകളായി വരുന്ന രോഗികൾക്കും രോഗികളുടെ കൂട്ടിരിപ്പുകാർക്കും നിസ്കാര സൗകര്യം ചെയ്തു കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതെന്താണ്? അതൊരു ബിസിനസിന്റെ ഭാഗമാണ്. അവിടെ അത്തരം സൗകര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കൂടുതൽ ആളുകൾ, രോഗികൾക്കൊക്കെ അത്തരം സൗകര്യം കൂടി ഉണ്ടെന്ന് മനസ്സിലാക്കും. അപ്പോ ഇതിലൊക്കെ വർഗീയപരമായിട്ട് ചില താല്പര്യങ്ങൾ ഇതിന്റെ പിന്നിലുണ്ട്. അതിന് മാനേജിംഗ് കമ്മിറ്റിയും പ്രിൻസിപ്പളും ഒക്കെ അതിൽ ഒരു പാർട്ട് അവർ കൂടി ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതില് ഇപ്പോൾ വിദ്യാർത്ഥികളെ അതായത് അവരെ നിസ്കരിക്കാൻ അനുവദിക്കണം എന്ന ആവശ്യമായിട്ടാണ് മുന്നോട്ട് വന്നിട്ടുണ്ടായിരുന്നത്. അല്ലാണ്ട് അവർക്ക് നിസ്കരിക്കാൻ വേണ്ടി പ്രത്യേക ഒരു സൗകര്യം ചെയ്തു കൊടുക്കണം, അതായത് പ്രത്യേക റൂം അനുവദിക്കണം എന്നുള്ള രീതിയിലായിരുന്നില്ല. അവരുടെ ആവശ്യം നിസ്കരിക്കാൻ അനുവദിക്കണം എന്ന് മാത്രമായിരുന്നു. പക്ഷെ അത് പുറത്തേക്ക് വന്ന സമയത്ത് അങ്ങനെയല്ല വന്നിട്ടുള്ളത്. അതായത് പ്രത്യേകമായിട്ട് നിസ്കരിക്കാൻ റൂം അനുവദിക്കണം എന്നുള്ള രീതിയിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? അല്ല, സത്യത്തിൽ ഇപ്പോൾ കുട്ടികൾക്ക് ളുഹർ നിസ്കരിക്കാനാണ് ഇപ്പോൾ ഈ സമയത്ത് വരിക. സാധാരണ ഇപ്പോൾ നമ്മളൊക്കെ ക്യാമ്പസിലൊരു ചിത്രം അറിയാം, അവർ 1 മണിക്കൂറാണ് ഇൻ്റർവെൽ ഉണ്ടാവുക. അതിനിടയിൽ തന്നെ അവർക്ക് ഭക്ഷണം കഴിക്കണം, പിന്നെ മിക്കവാറും കുറേ അസൈൻമെൻറ്റും സെമിനാറും എഴുതാൻ അങ്ങോട്ട് ഓട്ടം പാച്ചിലൊക്കെ ഉണ്ടാവും. അപ്പോൾ ഒരു 5 മിനിറ്റ്, പരമാവധി പോയാൽ 7 മിനിറ്റൊക്കെയാണ് അവർക്ക് നിസ്കരിക്കാൻ ആവശ്യമുള്ളൂ. ഒരു 7 മിനിറ്റ് സമയത്തിന് വേണ്ടിയിട്ട് ക്യാമ്പസിൻ്റെ പുറത്ത് പോയി പള്ളിയൊക്കെ തേടി പിടിച്ച് നിസ്കരിച്ച് വരുമ്പോഴേക്കിന് മിക്കവാറും നിസ്കരിക്കൽ ഉണ്ടാവാതിരിക്കുക. അപ്പോൾ കുറച്ച് വീട്ടിൽ പിന്നെ കുറച്ച് ഇതായിട്ട് ഈ വിഷയത്തിൽ സ്ട്രിക്റ്റ്നെസ് പുലർത്തുന്ന, അതായത് മതവിശ്വാസത്തിൽ കുറച്ച് അടിയുറച്ച് നിൽക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം മിക്കവാറും ആ നിസ്കാരം കളാകുന്നവർക്ക് വലിയ പ്രയാസമാണ്. നിസ്കാരം നീട്ടിവെക്കുക എന്നുള്ളത്, പ്രത്യേകിച്ച് ഇവിടുത്തെ പരമ്പരാഗത വിശ്വാസം അനുസരിച്ച് അത് ആ സമയത്ത് തന്നെ നിസ്കരിക്കണം. മറ്റു ചില ആളുകൾക്ക്, ഇപ്പോൾ മുസ്ലിങ്ങളിൽ തന്നെയുള്ള ചില അവാന്തര വിഭാഗങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ ന്യൂനപക്ഷമാണെങ്കിൽ പോലും അവർക്കതെല്ലാം കൂടി കൂട്ടി ഒന്നിച്ച് നിസ്കരിക്കാം, അല്ലെങ്കിൽ പിന്നീട് വീട്ടാം എന്നൊക്കെയുള്ള ചില വിഷയങ്ങളുണ്ട്. അതുമായി ബന്ധപ്പെട്ടാണ് ചില പ്രധാനപ്പെട്ട വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തുന്നവരും ചില പൊളിറ്റിക്കൽ പാർട്ടീസിൻ്റെ ലീഡേഴ്സും ചില മതസംഘടനകളുടെ ലീഡേഴ്സ് അങ്ങനെ അഭിപ്രായപ്പെട്ടതെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് പരമ്പരാഗതമായി സുന്നി വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം, അത് ആ കറക്റ്റ് സമയത്ത് തന്നെ നിസ്കരിക്കേണ്ടതും അപ്പോൾ അതിനൊരു സമയം കണ്ടെത്തേണ്ടതുമാണ്. ഇത് ഈ ഒരു പ്രശ്നങ്ങൾ വരുമ്പോൾ സ്വാഭാവികമായിട്ട് ഉണ്ടാകുന്ന മറ്റൊരു ആംഗിൾ എന്താണെന്ന് വെച്ചാൽ, വളരെ മതവിശ്വാസം നിഷ്കർഷം പുലർത്തുന്ന ആളുകൾ ഇത്തരം സ്ഥാപനങ്ങളെ പിന്നീട് എക്സ്ക്ലൂഡ് ചെയ്യുന്നൊരവസ്ഥ ഉണ്ടാകും. ഇപ്പോൾ കേരളത്തിൽ അറിയപ്പെടുന്ന ഏറ്റവും നല്ലൊരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ മതവിശ്വാസികൾക്ക് പഠിക്കാൻ പറ്റാത്തൊരു സാഹചര്യം എന്ന് പറയുന്നത് അതൊരു ബുദ്ധിമുട്ടുള്ളൊരു പ്രശ്നമാണ്. നമ്മളെ സംബന്ധിച്ചതൊരു പ്രയാസമാണ്. അപ്പോൾ
ഇതെല്ലായിടത്തും ഉള്ളതാണ്, നമുക്കൊക്കെ അറിയാവുന്നതാണ്. നേരത്തെ സത്താർ സാഹിബ് പറഞ്ഞ പോലെ എല്ലാ സ്ഥാപനങ്ങളിലും അതിൻ്റെ സമയത്ത് ഇത് ആകെ ഒരു 4 മിനിറ്റോ 5 മിനിറ്റിൻ്റെ കേസ്, അതിന് പള്ളിയോ അല്ലെങ്കിൽ റൂമോ അതൊന്നും ഒരു ചർച്ചയല്ല. ഒരു സത്യത്തിലൊരു തോർത്തുമുണ്ടോ അല്ലെങ്കിൽ ഒരു പത്രമൊക്കെ വിരിച്ചിട്ട് ഒരു 4 മിനിറ്റോട് തീർക്കാവുന്നൊരു വിഷയമുള്ളൂ. അതിന് സഹിഷ്ണുതയോടുകൂടി കാണുക എന്നതായിരുന്നു സത്യത്തിൽ കേരളം ഇതുവരെ പുലർത്തി പോന്നിരുന്നത്. മറ്റുള്ള ആളുകളുടെ ആരാധന ഒരു വളരെ സ്നേഹത്തിലും വിശ്വാസത്തിലും കണ്ടിരുന്നൊരു സമൂഹത്തിൽ നിന്ന് പൊതു ഇടങ്ങളിൽ ഇതൊക്കെ തെറ്റാണെന്ന് വരുന്നൊരു നരേറ്റീവ് വരുന്നുണ്ട്. അത് വളരെ ഗൗരവമായിട്ട് കണ്ടാണ്. പ്രത്യേകിച്ച് അരാജകവാദവും അതുപോലെ തന്നെ നിരീശ്വരവാദികളുടെയും ഒരു കടന്നുകയറ്റം ഈ മേഖലയിലുണ്ട്. അതിനെ സഭ പോലെയുള്ള പവിത്രമായ അല്ലെങ്കിൽ ഉന്നതമായ കേന്ദ്രങ്ങൾ അതിന് സപ്പോർട്ട് ചെയ്യരുത് എന്നാണ് നമുക്ക് ഈ വിഷയത്തിൽ പറയാം. ഇപ്പോൾ വിദ്യാർത്ഥികൾ ക്യാമ്പസിൽ നിസ്കരിക്കാതെ അവിടെ പള്ളിയിൽ സൗകര്യമുണ്ട്. അപ്പോൾ പള്ളി സൗകര്യം അവിടെ പള്ളിയിൽ പോയി നിസ്കരിച്ചാൽ പോരെ എന്നുള്ളൊരു വാദം വരുന്നുണ്ട്. അല്ല, പള്ളിയിൽ പോയി അവിടെ കുട്ടികൾ നിസ്കരിക്കുന്നുണ്ടല്ലോ, സമയം നഷ്ടപ്പെടുന്നു. പള്ളിയിൽ പോയി നിസ്കരിക്കുന്നുണ്ട്. മാത്രമല്ല ഈ പള്ളിയുമായിട്ട് ഒരു തെറ്റിദ്ധാരണ പരത്തുന്നുണ്ട്. അവിടെ പള്ളിയിൽ പോയി നിസ്കരിക്കാൻ സൗകര്യമുണ്ട്. അത് ഇവിടുത്തെ ഭൂരിപക്ഷം വരുന്ന സുന്നികളുടെ പള്ളിയല്ല. ഇപ്പോൾ മറ്റു ഈ വിദഴി പ്രസ്ഥാനക്കാരുടെ പള്ളികളിലാണ് സ്ത്രീകൾക്ക് നിസ്കരിക്കാൻ സൗകര്യമുള്ളത് എന്നൊക്കെ ഒരു പ്രചാരണം നടക്കുന്നുണ്ട്. അത് ശരിയല്ല. അതൊരു സുന്നി പള്ളിയാണ്. അവിടെ യാത്രക്കാരായ സ്ത്രീകൾക്ക് ഇതേപോലെ വിദ്യാർത്ഥികൾക്കൊക്കെ നിസ്കരിക്കാൻ അവിടെ സൗകര്യമുണ്ട്. പ്രത്യേക സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ക്ലാസ് റൂമിൽ അവരെ പഠന സംബന്ധമായ തിരക്കുകൾക്കിടയിൽ ഏകദേശം ഒരു 700 മീറ്റർ അപ്പുറമാണ് ഈ പള്ളിയുള്ളത്. ഒരുപക്ഷെ അവർക്ക് പോയി തിരിച്ചു വരുമ്പോഴേക്കൊക്കെ ഒരുപാട് ഇന്റർവെലിന്റെ സമയത്ത് ഒരുപാട് സമയം നഷ്ടപ്പെടുന്നുള്ളത് കൊണ്ട് എല്ലാ കുട്ടികളും പോകുന്നുണ്ടാവില്ല. എന്നാൽ അത്ര തിരക്കില്ലാത്ത കുട്ടികൾ അവിടെ പോകുന്നുണ്ട്, അവിടെ നിസ്കരിക്കുന്നുണ്ട്. ഇപ്പൊ ആൺകുട്ടികളും പെൺകുട്ടികളും തൊട്ടടുത്ത പള്ളിയിൽ പോയി നിസ്കരിച്ചു വരുന്നുണ്ട്. എന്തെങ്കിലും കാരണത്താൽ കൂടുതൽ സമയം അതിന് മാറ്റിവെക്കാൻ പ്രയാസമുള്ളോ രണ്ടോ മൂന്നോ മുസ്ലിം പെൺകുട്ടികളല്ലല്ലോ ആ സ്ഥാപനത്തിൽ പഠിക്കുന്നത്. അവിടെ ധാരാളം ആൺകുട്ടികളും പെൺകുട്ടികളും മുസ്ലിങ്ങൾ തന്നെയാണ്. അപ്പൊ അതിൽപ്പെട്ട 2-3 കുട്ടികൾ റെസ്റ്റ് റൂമിൽ നിസ്കരിച്ചപ്പോഴാണ് ഇതൊരു ഇഷ്യൂ ആക്കി കൊണ്ടുവന്നത്. അപ്പൊ പല സമയത്തും അങ്ങനെ ദൂരെ പോകാനും കൂടുതൽ സമയം അതിനു വേണ്ടി മാറ്റിവെക്കാനൊക്കെ പ്രയാസമുള്ളത് കൊണ്ടായിരിക്കും ഈ 2-3 കുട്ടികൾ നിസ്കരിക്കുന്നു എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് പള്ളിയിൽ സൗകര്യം ഇല്ലാത്തതുകൊണ്ടോ പള്ളിയിൽ അതിന് പോകാൻ അവസരമില്ലാത്തതുകൊണ്ടല്ല, ഇതേപോലുള്ള പ്രധാനപ്പെട്ട ചില ഘട്ടങ്ങൾ വന്നപ്പോഴാണ്. ഇത് പെട്ടെന്നൊരു ദിവസം ഉണ്ടായതല്ല. അവിടെ എത്രയോ കാലങ്ങളായിട്ട് അത്തരം ആവശ്യങ്ങൾക്ക് ഈ റെസ്റ്റ് റൂമിലോ മറ്റൊക്കെ ആയിട്ട് കുട്ടികൾ നിസ്കരിക്കാറുണ്ടെന്നാണ്. പുതിയതായിട്ട് തുടങ്ങി അതിന്റെ തൊട്ടടുത്ത ദിവസം ഒരു കണ്ടെത്തിയ ഒരു വലിയ ഒഫൻസ് ആയിട്ടല്ല ഈ സംഭവം ഉള്ളത്. ഇതേ കുട്ടികൾ 2 വർഷമായിട്ട് അവിടെ നിസ്കരിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് വലിയ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പൊ 71 കൊല്ലമായിട്ട് ഇല്ല എന്ന് പറയുന്നത് ഒരു ശരിയായ കാഴ്ചപ്പാടാന്ന് തോന്നുന്നില്ല. പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് അവരവിടെ നിസ്കരിച്ചു എന്നുള്ളതാണ്. അപ്പം നിസ്കരിച്ചതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇപ്പോൾ ചർച്ച. പക്ഷേ പുറം ലോകത്തേക്ക് എത്തിയ സമയത്ത് ഈ വിഷയത്തിൻ്റെയും ചർച്ചയുടെ ഒക്കെ ഗതി മാറി. യഥാർത്ഥത്തിൽ ആ ഗതിമാറ്റം എവിടെ വെച്ചിട്ടായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക? ഗതിമാറ്റം എന്ന് പറയുന്നത് ഇതൊരു വർഗീയ വിഷയമാക്കി ഉയർത്തിക്കൊണ്ടുവരാൻ ഉദ്ദേശിച്ച പല താല്പര്യക്കാരുണ്ട്. അത് മാനേജ്മെന്റിൽ ചില ആളുകളുണ്ട്. ഞാൻ വളരെ ബോധപൂർവ്വം പറയുന്നത്. കാരണം ഈ പ്രിൻസിപ്പൾ ഈ കുട്ടികളോട് റിക്വസ്റ്റ് ആവശ്യപ്പെട്ടു. കുട്ടികൾ വളരെ അവനെ പ്രിൻസിപ്പളാണ് ആവശ്യപ്പെടുന്നത്, അവരുടെ ആവശ്യമാണ്. വളരെ നിഷ്കളങ്കമായിട്ട് ഒരു വൈറ്റ് പേപ്പറിൽ കുട്ടികൾ പേരെഴുതി ഒപ്പുവെച്ച് അവരുടെ ആവശ്യം എഴുതി കൊടുത്തു. ഈ കുട്ടികൾ എഴുതി കൊടുത്ത ആ റിക്വസ്റ്റ് തൊട്ട് പിറ്റേ ദിവസം വളരെ തീവ്ര ക്രൈസ്തവ സംഘടനകളായിട്ടുള്ള കാസയുടെയും മറ്റുടെയും ഫേസ്ബുക്ക് പോസ്റ്റുകളാണ് കാണുന്നത്. അപ്പൊ കോളേജ് മാനേജ്മെന്റ് പ്രിൻസിപ്പൾക്ക് കുട്ടികൾ എഴുതി കൊടുത്ത റിക്വസ്റ്റ് ഇതിൽ മുതലെടുപ്പ് നടത്താനും ഇതിൽ വർഗീയമായ ചേരിതിരിവ് ഉണ്ടാക്കാനും ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന വിദ്വേഷ പ്രചരണം നടത്തുന്ന ആളുകൾ കൈവശം എങ്ങനെ എത്തിയത്? അപ്പൊ ഇത് വളരെ വളരെ സിമ്പിളായിട്ട് പരിഹരിക്കപ്പെടാവുന്ന ഒരു വിഷയത്തെ ഇതിനെ വിദ്വേഷ പ്രചരണങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുന്ന ഒരു വർക്ക് കൂടി അതിന്റെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ട്. അത് നിസ്സാരമായിട്ട് കണ്ടുകൂടാ നമ്മള്. അവിടെ മുതലാണ് അതിന്റെ ഗതി മാറിയത്. പിന്നെ സ്വാഭാവികമായിട്ടും ഇത്തരം വിഷയങ്ങളൊന്നും താല്പര്യമുള്ളവരല്ല ഇവിടുത്തെ മതവിശ്വാസികൾ. അത് ക്രിസ്ത്യാനികളാണെങ്കിലും മുസ്ലിങ്ങളാണെങ്കിലും ഹിന്ദുക്കളാണെങ്കിലും ഇവിടുത്തെ ആരും
ഇങ്ങനെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചളിവാരി എറിയുന്ന വിദ്വേഷ പ്രചരണം നടത്തുന്നതിനോട് താല്പര്യമുള്ളവരല്ല. അതുകൊണ്ടാണ് ചില വിട്ടുവീഴ്ചകളൊക്കെ ചെയ്തിട്ട് ഇത് പെട്ടെന്ന് പരിഹരിക്കാം, വിഷയം അവസാനിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് പ്രസ് മീറ്റ് ഒക്കെ നടത്തിയിട്ട് വിഷയം ക്ലോസ് ചെയ്യുന്നത്. അല്ലാതെ ഈ വിഷയം ക്ലോസ് ചെയ്യുന്നതിന്റെ താല്പര്യം ഇതെല്ലാം പരിഹരിച്ചു എന്നോ അല്ലെങ്കിൽ കുട്ടികളെ ഭാഗത്ത് ഒരു തെറ്റ് പറ്റിയെന്നോ മാനേജറിന്റെ ഭാഗത്ത് പിന്നെ അവർ ചെയ്ത് ശരിയാണോ എന്നതിന് അർത്ഥമല്ല. ഇത് മറ്റു ചില മുതലെടുപ്പുകാർക്ക് അവസരം കൊടുക്കണ്ട എന്നൊരു സതുദ്ദേശത്തിന്റെ ഭാഗമായിട്ടാണ് ഇതിലൊക്കെ പലരും കണ്ടിരിക്കുന്നത്. അല്ലാതെ ഇവരൊക്കെ ചെയ്ത് ശരിയായതുകൊണ്ടല്ല. അത് മാത്രമല്ല, നമ്മുടെ ഒരു ഫണ്ടമെന്റൽ റൈറ്റിന്റെ ഭാഗമായിട്ട് ഫണ്ടമെന്റൽ റൈറ്റിൽ പറയുന്നത് ആരാധനാ സ്വാതന്ത്ര്യമുണ്ട്. ഇപ്പൊ യഹോവ സാക്ഷികളുടെ വിഷയത്തിൽ സുപ്രീം കോടതിയിൽ തന്നെ ഒരു വിധിയുണ്ട്. അവർക്ക് നിലവിൽ ദേശീയഗാനം ചെല്ലേണ്ടതില്ല. അത്രത്തോളം സുതാര്യമാണ് നമ്മുടെ ഭരണഘടനയും കാര്യങ്ങളും. ഒരു കുട്ടിക്ക് ഇപ്പോൾ കോളേജ് ക്യാൻറ്റീനിൽ നിന്നാണ് ഭക്ഷണം കഴിക്കേണ്ടത് ഈ പറയുന്ന നിയമം അനുസരിച്ച്. എല്ലാവർക്കും അറിയാം, നിലവിൽ കേരളത്തിൽ ഒരു ക്യാൻറ്റീനിൽ പോയിട്ട് മുഴുവൻ കുട്ടികൾക്കും ഭക്ഷണം കഴിക്കാൻ അറിയില്ല. അവർ ക്ലാസ് റൂമിൽ നിന്നാണ് ഭക്ഷണം കഴിക്കുന്നത്. അവർ സുപ്രഭാതത്തിൽ പ്രിൻസിപ്പൾ പറയും ഇനി മുതൽ ആരും ക്ലാസ് റൂമിൽ നിന്ന് ഭക്ഷണം കഴിക്കരുത്. സ്വാഭാവികമായിട്ടും ഒന്നും ഉണ്ടാവുക, കുട്ടികൾ പ്രകോപിതരാവും. കാരണം അവര് കാലങ്ങളായിട്ട് ചെയ്തു ചെയ്ത കാര്യത്തിന് പെട്ടെന്ന് ഇനി മുതൽ ക്ലാസ് റൂമിൽ നിന്ന് ഭക്ഷണം കഴിക്കരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രകോപനം ശരിയാണെന്നല്ല ഈ പറഞ്ഞതിന് അർത്ഥം കേട്ടോ. അതൊരു സ്വാഭാവികതയാണ്, അതിനെ ന്യായീകരിക്കുകയല്ല. അതാണ് സത്യത്തിൽ ഇവിടെ സംഭവിച്ചത്. കാലങ്ങളായിട്ട് അവിടെ നിസ്കാരം നടക്കുന്നുണ്ട്. പെട്ടെന്ന് ആ മാനേജ്മെന്റിലോ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ സ്റ്റാഫ് മാറി വന്നപ്പോൾ അവരുടെ ഭാഗത്തുനിന്നുണ്ടായ ചില പ്രകോപനങ്ങളാണ് അല്ലെങ്കിൽ തെറ്റായ സമീപനങ്ങളാണ് കുട്ടികളെ മാസമായിട്ട് ഇതിനെതിരെ പ്രകോപനം ഉണ്ടാക്കിയത്. ക്യാമ്പസുകളിൽ മതചിഹ്നങ്ങൾ ഒഴിവാക്കണം എന്നാണ് പുരോഗമനപരമായ ഒരു ചർച്ച വരുന്നത്. ഇപ്പോൾ നിസ്കാരവും ഹിജാബും കാര്യങ്ങളൊക്കെ നമ്മൾ ക്യാമ്പസുകളിൽ നിന്ന് മാറ്റി നിർത്തപ്പെടേണ്ടതാണ് എന്നുള്ളൊരു ചർച്ച വരുന്നുണ്ട്. അപ്പോൾ അതുപോലെ ഈ ഒരു പ്രശ്നം കാരണം ഇനി ഇതുപോലെ ക്യാമ്പസുകളിൽ നിലവിൽ നിസ്കരിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ട്. പള്ളിയുള്ള സ്ഥലത്ത് തന്നെ ചിലയിടത്ത് പുറത്തു പോകാൻ സൗകര്യം ഇല്ലാത്തതുകൊണ്ട് ക്യാമ്പസിൻ്റെ ഏതെങ്കിലും മൂലയ്ക്ക് നിസ്കരിക്കുന്നവരുണ്ടാവും. ചെയ്യുന്നവർക്ക് ഇതൊരു പ്രശ്നമായി മാറുമോ? അതായത് കോളേജിൽ വരുന്നത് പഠിക്കാനാണ്, നിസ്കരിക്കാനല്ല. അപ്പോൾ അത്തരം പ്രാർത്ഥനകളും മതചിഹ്നങ്ങളൊക്കെ ഒഴിവാക്കണം എന്നുള്ള രീതിയിൽ ചർച്ച വന്നു കഴിഞ്ഞാൽ ഈ നിലവിൽ നിസ്കരിച്ചുകൊണ്ടിരിക്കുന്നവരിൽ അവരുടെ അവകാശത്തെ അവരുടെ ആ നിസ്കരിച്ചുകൊണ്ടിരിക്കുന്ന സംഗതി അതിനെ എതിർക്കപ്പെടുന്നൊരവസ്ഥ ഉണ്ടാവും. എന്താണ് ഇതിന്റെ ഓരോ മതവിശ്വാസികളുടെയും അടയാളങ്ങൾ, പ്രാർത്ഥനകളൊക്കെ വ്യത്യസ്തമാണല്ലോ. ഇപ്പോ നിർമ്മല മൂവാറ്റുപുഴ കോളേജിൽ തന്നെ എല്ലാ മതവിശ്വാസികൾക്കും പ്രാർത്ഥിക്കാനുള്ള സൗകര്യം അവിടെ ഉണ്ട്. അവിടെ മുകളിൽ ഒരു ചാപ്പൽ പ്രവർത്തിക്കുന്നുണ്ട്, ഒരു ദേവാലയം. അവിടെ എല്ലാ മതവിശ്വാസികൾക്കും പ്രവേശനമുണ്ട്, പ്രാർത്ഥിക്കാമെന്ന് നിർമ്മല മൂവാറ്റുപുഴ കോളേജ് തന്നെ പറയുന്നുണ്ട്. അപ്പൊ പ്രാർത്ഥന എന്ന് പറയുന്ന കൺസെപ്റ്റും നിസ്കാരം എന്ന് പറയുന്നത് വേറെന്തോ ആയിട്ടാണ് സത്യത്തിൽ ഈ സ്ഥാപന മേധാവികൾ മനസ്സിലാക്കിയത് എന്നുള്ളിടത്താണ് ഇതിന്റെ ഒരു ആശയക്കുഴപ്പമുള്ളത്. അത് പൊടുന്നനെ ഉണ്ടായതാണ്. നേരത്തെ പറഞ്ഞ പോലെ ഒരു 2 വർഷത്തോളം കാലമായി അവിടുത്തെ വിദ്യാർത്ഥിനികൾ, പെൺകുട്ടികൾ അത് ക്യാമ്പസിലെ ഒരു മുറിയിലെ ഒരു കോർണറിൽ വെച്ചുകൊണ്ട് നിസ്കരിച്ചു വരികയാണ്. ഒരു 20 മുസ്ലിം വിദ്യാർത്ഥിനികളുണ്ട് ഇങ്ങനെ പതിവായി നിസ്കരിച്ചു വരുന്നത്. അവര് ഒരുമിച്ച് നിന്നുകൊണ്ടല്ല നിസ്കരിക്കാറുള്ളത്. ഒരു 2-3 കുട്ടികൾ അവരുടെ ഭക്ഷണം കഴിഞ്ഞ് പഠനം കഴിഞ്ഞ് അവിടെ പോകുന്നു, നിസ്കരിച്ചു വരുന്നു. അതാണ് അവിടെ പൊതുവെയുള്ള ഒരു രീതി. പിന്നെ നമുക്കറിയാം ദുഹ്ർ നിസ്കാരമാണ്, പ്രത്യേകിച്ച് പെൺകുട്ടികളാണ്. അപ്പോ ഒരു ശബ്ദം പോലും പുറത്തുണ്ടാവില്ല, ഒരാൾക്ക് പോലും ബുദ്ധിമുട്ടുണ്ടാവില്ല. അപ്പൊ അങ്ങനെ ഒരു രീതിയാണ് അവർ സ്വീകരിച്ചു പോന്നിരുന്നത്. ആ രീതി തടസ്സപ്പെടുത്തി എന്നുള്ളതാണ് ഈ പ്രശ്നത്തിന്റെ തുടക്കം എന്ന് പറയുന്നത്. ഈ പ്രശ്നം എങ്ങനെ ഉണ്ടായി എന്ന് ചോദിച്ചാൽ അതിന്റെ തുടക്കം ഉണ്ടാക്കിയത് ഈ സ്ഥാപന മേധാവികളും പ്രിൻസിപ്പളുമാണ് എന്നുള്ളതാണ് ഇതിന് മനസ്സിലാവുന്നത്. കാരണം അവിടെ തുടർന്ന് വന്നിരുന്ന ഒരു രീതിക്കെതിരെ, അല്ലെങ്കിൽ അവിടെ ആർക്കും ബുദ്ധിമുട്ടില്ലാതെ കുട്ടികൾ നിർവഹിച്ചു പോകുന്ന ഒരു പ്രാർത്ഥനയെ തടസ്സപ്പെടുത്തി എന്നുള്ളതാണ് അവിടുത്തെ റൂട്ട് കോസ് എന്ന് പറയുന്നത്. പിന്നെ സത്യത്തിൽ അവിടുത്തെ വിദ്യാർത്ഥികളെ നമ്മൾ അഭിനന്ദിക്കേണ്ടതുണ്ട്. കാരണം തങ്ങളുടെ സഹപാഠികൾ ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു എന്ന് കാണുമ്പോൾ അവരുടെ ആ വിഷയം, അതിന്റെ മെറിറ്റ് മാത്രം കണക്കിലെടുത്തുകൊണ്ട് എല്ലാ വിദ്യാർത്ഥികളും അവിടെ ഒരുമിച്ച് കൂടി എന്ന് പറയുന്നത് ഇന്നത്തെ ക്യാമ്പസിന്റെ ഒരു പശ്ചാത്തലത്തിൽ
മറ്റ് ക്യാമ്പസിലെ വിദ്യാർത്ഥികൾക്ക് കൂടി മാതൃകയായ ഒരു കാര്യമാണ്. കാരണം അതിൽ എല്ലാ മതവിശ്വാസികളുണ്ട്, ക്രിസ്ത്യൻ വിദ്യാർത്ഥികളുണ്ട്, ഹിന്ദു വിദ്യാർത്ഥികളുണ്ട്, വിവിധ രാഷ്ട്രീയ പാർട്ടികളിലുള്ള വിദ്യാർത്ഥികളുണ്ട്. അവരെല്ലാവരും ഇത് പുറമെ ഒരു വർഗീയ സമരമായിട്ട് അല്ലെങ്കിൽ ഒരു മതസ്പർദ്ധ ഉണ്ടാക്കുന്ന വിഷയമായിട്ടൊക്കെയാണ് അവതരിപ്പിക്കുന്നത്. ഇത് സത്യത്തിൽ എല്ലാ വിദ്യാർത്ഥികളും ഒരുമിച്ച് നിന്നുകൊണ്ട് അവിടെ വർഗീയതയുടെ പോയിട്ട് ഒരു സാമുദായികതയുടെ പോലും വിഷയം ഇല്ലാത്ത രീതിയിൽ എല്ലാ വിദ്യാർത്ഥികളും തങ്ങളുടെ സഹപാഠികൾക്കുണ്ടായ ഒരു വിഷമം അതിനെ പരിഹരിക്കാൻ വേണ്ടി, അതിനെ ബുദ്ധിമുട്ടിനെ പരിഹരിക്കാൻ വേണ്ടി അവരെല്ലാവരും ഒരുമിച്ച് നിന്നു എന്ന് പറയുന്ന വളരെ ശ്രദ്ധേയമായ ഒരു സംഗതി ആ ക്യാമ്പസിൽ നടന്നിട്ടുണ്ട്. ആ വിദ്യാർത്ഥികളെ നമ്മൾ അഭിനന്ദിക്കുകയും വേണം. മാത്രമല്ല, ഇവിടെ പെൺകുട്ടികളെ നിസ്കരിക്കുന്നതിൽ നിന്ന് തടഞ്ഞ പ്രിൻസിപ്പിള് ഈ പ്രതിഷേധത്തിന്റെ ഭാഗമായി വിദ്യാർത്ഥികളോട് മാപ്പ് പറയാൻ, ഈ പെൺകുട്ടികളോട് മാപ്പ് പറയാൻ തയ്യാറായപ്പോ അവിടെ ആ പെൺകുട്ടികൾ സ്വീകരിച്ചിട്ടുള്ള വളരെ മഹത്തായ ഒരു സംസ്കാരം, ഒരു മാന്യമായ രീതി എന്ന് പറയുന്നത് തങ്ങളുടെ അധ്യാപകൻ തങ്ങളോട് മാപ്പ് പറയേണ്ടതില്ല എന്ന് പറയുന്ന വളരെ വലിയൊരു മറ്റുള്ളവർക്ക് മാതൃകയാവുന്ന ഒരു സമീപനം ആ പെൺകുട്ടികൾ കാണിച്ചിട്ടുണ്ട്. അപ്പം സത്യത്തിൽ അവിടെ നടന്നത് ജനാധിപത്യപരമായ വളരെ മാന്യമായ ഒരു പ്രതിഷേധമായിരുന്നു, ചർച്ചയായിരുന്നു. ഈ പെൺകുട്ടികൾ പ്രിൻസിപ്പലിനോട് സംസാരിക്കുന്ന സമയത്ത് രണ്ട് കാര്യങ്ങളാണ് അവര് ചോദിച്ചിരുന്നത്. ഒന്ന്, നിസ്കാരമുറി എന്ന് പറയുന്ന ഒരു ആശയം തന്നെ ആ പെൺകുട്ടികൾ പറഞ്ഞിട്ടില്ല. ഇപ്പോൾ ഒരു മുറിയിൽ വെച്ച്, ഒരു ഒഴിഞ്ഞ മുറിയിൽ വെച്ച് തങ്ങൾ നിസ്കരിച്ചു വരുന്നത് അനുവദിക്കണം, തുടരാൻ അനുവദിക്കണം. അല്ലെങ്കിൽ താഴെയുള്ള പള്ളിയിൽ പോയി തിരിച്ചു വരുമ്പോൾ ചിലപ്പോൾ ഒരു 1-2 മിനിറ്റ് വൈകിയേക്കാം, അല്ലെങ്കിൽ ഒരു 5 മിനിറ്റ് വൈകിയേക്കാം. അപ്പോൾ അതിന്റെ അറ്റൻഡൻസ് തടസ്സമാകരുത്. കാരണം നേരത്തെ അങ്ങനെ കുട്ടികൾ പള്ളിയിൽ പോയി തിരിച്ചു വരുന്ന സമയത്ത് ഇങ്ങനെ അവർക്ക് അറ്റൻഡൻസ് നഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പൊ അവരെ അനുമതി ചോദിച്ചു, പ്രിൻസിപ്പൽ അത് സമ്മതിച്ചില്ല, പ്രിൻസിപ്പൽ എല്ലാ ആവശ്യവും നിരാകരിച്ചു. അത് വിദ്യാർത്ഥികൾ അറിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു സ്വാഭാവിക പ്രതിഷേധം മാത്രമാണ് അവിടെ നടന്നിട്ടുള്ളത്. ഇപ്പോ ആ ഒരു സമരം കഴിഞ്ഞതോടുകൂടി, ആ പ്രതിഷേധം കഴിഞ്ഞതോടുകൂടി സത്യത്തിൽ ക്യാമ്പസിനെ സംബന്ധിച്ചിടത്തോളം, വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അന്ന് ആ വിഷയം അവിടെ പരിഹരിക്കപ്പെട്ടതാണ്. അന്ന് ആ വിഷയം പരിഹരിക്കപ്പെട്ടു, വളരെ സ്വസ്ഥമായി കുട്ടികൾ വീട്ടിലേക്ക് മടങ്ങി. എന്നാൽ നേരത്തെ പറഞ്ഞതുപോലെ ഈ വിദ്യാർത്ഥികളുടെ അടുത്ത് നിന്ന് പ്രിൻസിപ്പൽ ആവശ്യപ്പെട്ട ആ റിക്വസ്റ്റ് ലെറ്റർ, ആ വിദ്യാർത്ഥികൾ പ്രിൻസിപ്പലിനെ വിശ്വസിച്ച് എഴുതി കൊടുത്ത ആ ലെറ്റർ അന്ന് രാത്രി സോഷ്യൽ മീഡിയയിൽ ഔട്ടാവുകയാണ്. ആ വിദ്യാർത്ഥികളുടെ പേരുൾപ്പെടെ സമൂഹത്തിലേക്ക് വലിച്ചേക്കപ്പെടുകയാണ്. ഈ സമരം ചെയ്ത വിദ്യാർത്ഥികൾ, എല്ലാ മതസ്ഥരായ വിദ്യാർത്ഥികളും ഉണ്ട്. ആ വിദ്യാർത്ഥികളുടെ വീഡിയോ രാത്രി ഓൺലൈൻ മീഡിയയിൽ പ്രചരിക്കുകയാണ്. അപ്പൊ ഈ വിദ്യാർത്ഥികളെ വേട്ടയാടാൻ വിട്ടുകൊടുത്തു എന്ന് മാത്രമല്ല, അവിടെ ക്യാമ്പസിൽ പരിഹരിക്കപ്പെടേണ്ട, തത്വത്തിൽ പരിഹരിക്കപ്പെട്ട ഒരു വിഷയം അതിനൊരു പ്രൊപ്പഗണ്ടയാക്കിയെടുത്ത് സമൂഹത്തിൽ, കേരളത്തിലെ സാമൂഹിക പശ്ചാത്തലത്തെ വരെ മാറ്റിമറയ്ക്കാനുള്ള ഒരു വർഗീയ അജണ്ടയാക്കി ചിത്രീകരിക്കാനുള്ള ഒരു വിഭാഗം ആളുകളുടെ ശ്രമത്തിന് അനുകൂലമായി സ്ഥാപന മാനേജ്മെന്റും പ്രിൻസിപ്പളും കൂട്ടുനിന്നു എന്ന് പറയുന്ന വലിയൊരു ചതിയാണ് അവിടെ നടന്നത്. സത്യത്തിൽ പ്രതികളാരാ? അവിടെ നടന്നു വന്നിരുന്ന വിദ്യാർത്ഥികളുടെ നിസ്കാരം തടസ്സപ്പെടുത്തി, വിദ്യാർത്ഥികളുടെ അടുത്തുനിന്ന് കത്ത് വാങ്ങി അത് സോഷ്യൽ മീഡിയയിൽ പബ്ലിഷ് ചെയ്ത, അത് മാനേജ്മെന്റ് പ്രതിനിധികൾ ഉൾപ്പെടെ ഓൺലൈൻ മീഡിയക്ക് വാർത്ത കൊടുത്ത്, അതുമാത്രമല്ല വിദേശ നമ്പറുകൾ നടക്കം ചില വാട്സപ്പ് ഗ്രൂപ്പുകൾ ഉണ്ടാക്കി മതസ്പർദ്ധ ഉണ്ടാക്കാനുള്ള, വർഗീയപരമായ ചേരിതിരിവ് ഉണ്ടാക്കാനുള്ള, കലാപാഹനം വരെ നടത്തുന്ന രീതിയിലുള്ള നീക്കങ്ങൾ നടത്തിയ ഒരു വിഭാഗം ആളുകളാണ് സത്യത്തിൽ ഈ വിഷയത്തിന്റെ പ്രതികൾ. ഈ വിദ്യാർത്ഥികൾ നിരപരാധികളാണ്. എന്നാൽ സമൂഹത്തിൽ അവതരിപ്പിക്കപ്പെട്ടത് ഈ വിദ്യാർത്ഥികൾ പ്രതികളാവുന്നു, മറ്റുള്ളവരെല്ലാവരും നിരപരാധികളുമായാണ് സമൂഹത്തിൽ അവതരിപ്പിക്കപ്പെട്ടത്. ഇതാണ് ഇവിടുത്തെ കാതലായ ലക്ഷണം. ഈ വിദ്യാർത്ഥികൾ ഇതോടുകൂടി ഒറ്റപ്പെട്ട് കഴിഞ്ഞു. ഇപ്പോ നമ്മളിപ്പോ ഒരു ദുരന്ത മുഖത്ത് നിന്നുകൊണ്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. പണ്ടത്തെക്കാൾ ഏറെ ഇപ്പൊ ഒരു ആളുകൾ അവരുടെ മാനസിക നില അല്ലെങ്കിൽ ഒരു മാനസിക പിന്തുണ ഒക്കെ ആവശ്യപ്പെടുകയും അതിനെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്യുന്ന വിഷയമാണ്. ഇപ്പൊ ഈ വിദ്യാർത്ഥികൾ നേരിടുന്ന വിഷയം, പൊതുസമൂഹത്തിൽ നിന്ന് ആ വിദ്യാർത്ഥികൾ ഒറ്റപ്പെട്ടു, അവരെ വർഗീയവാദികളായി ചിത്രീകരിച്ചു, അവരെ ക്യാമ്പസിൽ നിന്ന് ഒറ്റപ്പെടുത്തി, അവരെ അക്കാദമിക് കരിയർ വിഷയങ്ങളിൽ പോലും ഇനി നടപടികൾ ഉണ്ടാകുമെന്ന ഭീഷണികൾ ആ വിദ്യാർത്ഥികൾക്ക് നേരെ വരുന്നു. ആ വിദ്യാർത്ഥികൾ വീടുകളിലേക്ക് വിളിച്ച് ഭീഷണിപ്പെടുത്തുന്നു. ആ വിദ്യാർത്ഥികൾ ഇനി പള്ളിയിലേക്ക് പോകുന്ന സമയത്ത്
ആളുകൾ കളിയാക്കുന്നു. ആ രീതിയിൽ ആ വിദ്യാർത്ഥികളെ വേട്ടയാടുന്ന അവിടെയാണ് ഒരു വലിയ മനുഷ്യാവകാശ പ്രശ്നമായി ഇത് അവതരിക്കുന്നത്. മതേതര സമൂഹത്തിന് ആ വിദ്യാർത്ഥികൾ കാണിച്ച മാതൃക, കാരണം അവിടെ വിദ്യാർത്ഥികൾക്ക് നേരിട്ട ഒരു ബുദ്ധിമുട്ടിനെതിരെ എല്ലാ മതവിശ്വാസികളും ഒരുമിച്ച് നിന്നുകൊണ്ട് അവിടെ പ്രതിഷേധിച്ച ആ മാതൃക മതേതര സമൂഹം മുഴുവനായി ഏറ്റെടുത്ത വിദ്യാർത്ഥികൾക്ക് പിന്തുണ കൊടുക്കണം. ഈ വിദ്യാർത്ഥികളോട് ആണ് യഥാർത്ഥത്തിൽ മതേതര സമൂഹവും പൊതുസമൂഹവും ഒക്കെ മാപ്പ് പറയേണ്ടത്. വിദ്യാർത്ഥികളുടെ പേരിൽ, വിദ്യാർത്ഥികൾ ചെയ്യാത്ത കുറ്റത്തിന്റെ പേരിൽ വിദ്യാർത്ഥികളുടെ ഭാഗത്തു നിന്ന് മാപ്പ് പറഞ്ഞ് പരോക്ഷമായി വിദ്യാർത്ഥികൾ തെറ്റ് ചെയ്തു എന്ന് സമ്മതിക്കുന്നതിന് പകരം ആ വിദ്യാർത്ഥികളോട് മാപ്പ് പറയാനും വിദ്യാർത്ഥികൾ കാണിച്ച വലിയ ഒരു സംസ്കാരം, അതിന്റെ രീതികളെ കുറിച്ച് നേരത്തെ പറഞ്ഞതുപോലെ എല്ലാവർക്കും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം. എന്നാൽ ആ ഒരു സമയവും ക്യാമ്പസിന്റെ രീതിയും ജനാധിപത്യ സ്വഭാവം ഒക്കെ വെച്ചുകൊണ്ട് അത് ശരിയായി തന്നെ പരിഗണിച്ച് ആ വിദ്യാർത്ഥികളോട് മാപ്പ് പറഞ്ഞ് ആ വിദ്യാർത്ഥികൾക്ക് തുടർന്നും ആ ക്യാമ്പസിൽ എങ്ങനെയായിരുന്നോ നേരത്തെ ഉണ്ടായിരുന്ന് അവർ പഠിച്ചു പോന്നിരുന്നത് ആ സൗഹൃദ അന്തരീക്ഷം ഒറ്റപ്പെടുത്താതെ ആ ക്യാമ്പസിൽ ആ വിദ്യാർത്ഥികൾക്ക് തുടർന്ന് മുന്നോട്ട് പോകാനുള്ള സാഹചര്യം ആ ക്യാമ്പസിൽ ഉണ്ടാകണം. അതിനുവേണ്ടി മാനേജ്മെന്റും അതിനുവേണ്ടി സന്നദ്ധ സംഘടനകളും ഒക്കെ സൗകര്യമൊരുക്കാൻ ആവശ്യപ്പെടുകയും ആ ഒരു സാഹചര്യം ഉണ്ടാക്കുകയും ചെയ്യേണ്ടതുണ്ട്. ഒരു ക്യാമ്പസിൽ ഹാർമണി നിലനിൽക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ക്യാമ്പസിലായാലും സൊസൈറ്റിയിലാണ് നമ്മൾ ഒരു ഹാർമണി, എല്ലാവരും സന്തോഷത്തോടെ സമാധാനത്തോടെ ജീവിക്കുക, കൂടിയിരിക്കുക, ഇതാണ് നമ്മൾ ആവശ്യം. അപ്പോൾ ശരിക്കും നമ്മൾ മതം പ്രാക്ടീസ് ചെയ്യുന്നത് തന്നെ സമാധാനം കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ സമാധാനം കിട്ടാൻ വേണ്ടി നിസ്കരിക്കുന്നത് ഒരു പ്രശ്നമായി മാറുമ്പോൾ അതിനെ എങ്ങനെ നോക്കിക്കാണും? അല്ല, ഇതൊക്കെ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം സ്വാഭാവികമായ സംഗതിയാണ്. പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലെ സാഹചര്യം നമുക്കറിയാം. ഇതിപ്പോൾ ഒരു മുസ്ലിം പ്രശ്നമാകുമ്പോഴാണ് ഇത് പല രീതിയിൽ ഡൈവേർട്ട് ചെയ്യാനും ചർച്ച ചെയ്യാനും അത് വിദ്വേഷ പ്രചാരണങ്ങൾക്ക് ഉപയോഗപ്പെടുത്താനൊക്കെ ശ്രമം നടക്കുന്നത്. ഇതേപോലെ മറ്റേതെങ്കിലും വിഭാഗം നടത്തുകയാണെങ്കിൽ ഇപ്പൊ പ്രശ്നമല്ല. നേരത്തെ ഇവിടെ പറഞ്ഞ പോലെ യഹോവ സാക്ഷികളുടെ കാര്യം, അവരിപ്പോ ദേശീയ ഗാനം ചൊല്ലേണ്ടതില്ല, അവരുടെ മതവിശ്വാസം അനുസരിച്ച് അത് മാനിക്കണം എന്ന് സുപ്രീം കോടതി വിധിക്കുകയാണ്. അതേപോലെ പിന്നെ ഒരു പ്രത്യേക ദിവസം അവർക്ക് പരീക്ഷ എഴുതാൻ പാടില്ല. അപ്പൊ പരീക്ഷ എഴുതാൻ പാടില്ലാത്തതുകൊണ്ട് പകൽ സമയം പരീക്ഷ എഴുതാൻ പാടില്ല. അവരുടെ യഹോവ സാക്ഷികളുടെ ഒരു പ്രത്യേക ദിവസം അന്ന് ഞങ്ങൾക്ക് SLC പരീക്ഷ എഴുതാൻ പാടില്ല, ഞങ്ങൾക്ക് കഴിയില്ല. 2-3 കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഹൈക്കോടതി പ്രത്യേകം ഡയറക്ഷൻ കൊടുക്കുകയാണ്. അന്ന് സൂര്യാസ്തമയത്തിന് ശേഷം അവർക്ക് പരീക്ഷ എഴുതാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഈ 3 കുട്ടികൾക്ക് വേണ്ടിയിട്ട് പ്രത്യേകം പരീക്ഷ എഴുതുകയാണ്. എന്താ മതവിശ്വാസ പ്രകാരം ആ ദിവസം SLC പരീക്ഷ വന്നുപോയി, പക്ഷെ അന്ന് അവർക്ക് പരീക്ഷ എഴുതാൻ പാടില്ല. അപ്പോൾ കോടതി അവർക്ക് അനുമതി കൊടുക്കുകയാണ്. ആ 3 കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരു സംസ്ഥാന പൊതുവിദ്യാഭ്യാസ വകുപ്പ് ലക്ഷക്കണക്കിന് കുട്ടികൾക്ക് വേണ്ടി നടത്തുന്ന പരീക്ഷ, ആ പരീക്ഷയിൽ 3 കുട്ടികൾക്ക് പ്രത്യേക അളവ് കൊടുത്തിട്ട് അവർക്ക് പ്രത്യേക അധ്യാപകർ വെച്ച് പ്രത്യേകം പരീക്ഷ രാത്രി സ്കൂളിൽ വെച്ച് നടത്തുകയാണ്. അപ്പോ മുസ്ലിങ്ങളാണെങ്കിൽ ഇപ്പോ നിസ്കാരത്തിന്റെ കാര്യം പറഞ്ഞാൽ, ഹിജാബിന്റെ കാര്യം പറഞ്ഞാൽ, അവരുടെ വിശ്വാസപരമായ എന്തെങ്കിലും കാര്യം പറയുമ്പോൾ അത് വളരെ പെട്ടെന്നൊരു വർഗീയ വിഷയമായിട്ട് ഉയർത്തിക്കൊണ്ടുവരുന്നു. അതിനപ്പോഴേക്ക് വിദ്വേഷ പ്രചരണങ്ങൾ വരുന്നു. പല രീതിയിലേക്ക് നമ്മൾ പോലും പ്രതീക്ഷിക്കാത്ത മാനങ്ങളിലേക്ക് ആ ചർച്ച കൊണ്ടുപോവുകയാണ്. പക്ഷെ മുസ്ലിങ്ങൾ അല്ലെങ്കിൽ ഇതൊക്കെ ഇവിടുത്തെ ഭരണഘടനാപരമായ സ്വാതന്ത്ര്യത്തിന്റെ ആ പരിധിയിൽ നിന്നുകൊണ്ട് അവർക്ക് അതൊക്കെ പ്രാക്ടീസ് ചെയ്യാനുള്ള അനുമതിയുണ്ട്, നിയമപരീക്ഷയുണ്ട്. അതിന് സുപ്രീം കോടതി അനുകൂലിക്കുന്നു, ഹൈക്കോടതി അനുകൂലിക്കുന്നു, ഗവൺമെന്റുകൾ അനുകൂലിക്കുന്നു. അപ്പൊ മുസ്ലിങ്ങളാവുമ്പോഴാണ് സ്വാഭാവികമായിട്ട് ഈ പ്രശ്നം ഉണ്ടാവുക. അപ്പൊ അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല് വിശ്വാസിക്ക് ഈ ലോകം ജയിലാണെന്നൊക്കെയാണ് പിന്നെ പ്രവാചകൻ പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പൊ അതേപോലെ സമാനമായി ഒരു യഥാർത്ഥ വിശ്വാസി അവന്റെ ആരാധനകളും മറ്റുമൊക്കെ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ഇതേപോലെ പ്രശ്നങ്ങൾ ഉണ്ടാവും. അപ്പൊ അതിനൊക്കെ നമ്മൾ മറികടക്കണം, അതിജീവിക്കണം. സുഖമാണെങ്കിലും ദുഃഖമാണെങ്കിലും അതിനെ ഒരേപോലെ സന്തുലിതമായ മാനസികാവസ്ഥയിലൂടെ സ്വീകരിക്കാൻ കഴിയുക എന്നുള്ളതാണ് ഒരു വിശ്വാസിക്ക് കഴിയേണ്ടത്. പക്ഷെ തീർച്ചയായിട്ടും ഇതിനൊക്കെ മറികടന്നിട്ട് ഒരു വിശ്വാസിക്ക് മുന്നോട്ട് പോകാൻ കഴിയും. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിനെ മറികടക്കാൻ വഴികളുണ്ട്. നിർമ്മല കോളേജ് അവിടുത്തെ കുട്ടികളോട് ഇനി നിസ്കരിക്കണ്ടെന്ന് പറഞ്ഞു, അവർക്ക് അതിന് അനുമതി കൊടുത്തിട്ടില്ല. എങ്കിൽ പോലും അവർക്ക് നിശ്ചിത സമയത്ത് തന്നെ അവിടെ അവർക്ക് അവരുടെ ആരാധനാ കർമ്മങ്ങൾ പൂർത്തീകരിക്കാനൊക്കെ ഉള്ള വഴികളുണ്ട്.
പക്ഷേ അതൊക്കെ ഒരു സ്വാഭാവികമായിട്ട് അപ്പോൾ ഓരോ ഘട്ടങ്ങൾ വരുമ്പോൾ ഇസ്ലാമിൽ അതിനൊക്കെ വഴികളുണ്ട്. പക്ഷേ ഇത് അത്തരം വഴികളൊന്നും തേടുന്നതിനപ്പുറം ഇത് ബോധപൂർവം പ്രശ്നങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഒരു സമുദായത്തെ ടാർഗറ്റ് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്ന ആളുകളുടെ മുന്നിലേക്ക് ഇത്തരം വിഷയങ്ങൾ ഇട്ട് കൊടുക്കുക എന്നുള്ളതാണ് ഇവിടെ നടക്കുന്നത്. അതാണ് നമ്മളതിനെ ഗൗരവമായിട്ട് കാണേണ്ടത്. അപ്പം അതുകൊണ്ട് ഇത്തരം വിഷയങ്ങളെ മറ്റു തലത്തിലേക്ക് ഡൈവേർട്ട് ചെയ്ത് മുസ്ലിം വിദ്വേഷ പ്രചരണത്തിന് വേണ്ടി അവസരം തക്കം പാർത്ത് നിൽക്കുന്ന സാഹചര്യം നമ്മുടെ നാട്ടിലുണ്ട് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് വേണം നമ്മൾ ഇത്തരം വിഷയങ്ങളെ കാണാനും കൈകാര്യം ചെയ്യാനും. എന്നാൽ ഇത്തരം ആളുകളൊക്കെ ഉണ്ടല്ലോ, അതുകൊണ്ട് നമ്മൾ ആദ്യമേ സറണ്ടർ ആവുന്ന ആ ഒരു വിധേയപ്പെടുന്ന സാഹചര്യം ഒന്നും ഒരിക്കലും നമ്മുടെ ഭാഗത്ത് ഉണ്ടാകാൻ പാടില്ല. നമുക്ക് ഇവിടെ ഭരണഘടന നൽകുന്ന അവകാശങ്ങൾ എന്ന് പറയുന്നത് ഇവിടുത്തെ എല്ലാ പൗരന്മാർക്കും നൽകുന്ന അവകാശം നമുക്കും നൽകുന്നുണ്ട്. ആ അവകാശത്തിന്റെ പരിധിയിൽ ഇതൊക്കെ വരുന്നുണ്ടെങ്കിൽ മറ്റുള്ളവരെ പോലെ നമുക്കും അവകാശം ലഭ്യമാകണം. അത് അന്തസ്സോടുകൂടി ചോദിക്കാനും അതിന്റെ ന്യായങ്ങൾ പറയാനും നമുക്ക് കഴിയണം. ആ ഒരു ആർജവമാണ് ഉണ്ടാവേണ്ടത്. മറ്റേതൊക്കെ ആകെ പ്രശ്നമാകാൻ പോവാണ്, ഇതാകെ വർഗീയമായൊരു ചേരിതിരിവിലേക്ക് പോവാണ്, അതുകൊണ്ട് നമ്മളൊക്കെ തള്ളിപ്പറയുക, പെട്ടെന്ന് കീഴടങ്ങുക, ഈ ശൈലിയൊന്നും ഒരിക്കലും ശരിയല്ല. അതൊക്കെ ഇവിടുത്തെ വിദ്യാർത്ഥി സംഘടനകളും അത്തരം വിദ്യാർത്ഥി സംഘടനകളുടെ ഭാഗമായിട്ട് നിൽക്കുന്ന കുട്ടികളൊക്കെ ആലോചിക്കേണ്ടതാണ്. ഒരു പ്രത്യേകമായ ഘട്ടമെത്തുന്ന സമയത്ത് നമ്മുടെ അടിസ്ഥാനപരമായ കാര്യങ്ങളിൽ പോലും നമ്മളെ കൂടെ നിൽക്കുന്നില്ല എന്നൊരു സാഹചര്യം വരുന്ന സമയത്ത് ഇത്തരം ലീഡർഷിപ്പൊക്കെ എവിടെ എത്തും, ഇത്തരം കാര്യങ്ങളൊക്കെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നൊക്കെ വിലയിരുത്താൻ കൂടി ഈ സംഭവം കാരണമായിട്ടുണ്ട്. അതുപോലെ നമ്മുടെ ഈ അഡ്വക്കേറ്റ് ജയശങ്കറിനൊക്കെ പോലെ പൊതു ഇടങ്ങളിൽ ചർച്ചയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന ആളുകൾ പോലും ഈ വർഗീയ അജണ്ടയുടെ ഭാഗമായിട്ട് മാറുന്നത് വളരെ ഗൗരവമായിട്ട് കണ്ടതാണ്. പൊതുസമൂഹം വാല്യൂ കൽപ്പിക്കുന്ന ആളുകൾ പോലും ഇത്തരം ചേരിതിരികളിൽ അകപ്പെട്ടു പോകുന്നുണ്ട്, അറിഞ്ഞോ അറിയാതെ. അപ്പോൾ അതിനെ മാറ്റിയെടുക്കേണ്ടത് കൂടി നിങ്ങളുടെ ക്യാമ്പസ് വിങ്ങിനെ പോലെയുള്ള വിദ്യാർത്ഥി സംഘടനകൾ ആ കാര്യത്തിൽ കുറച്ചുകൂടി ജാഗ്രത പുലർത്തണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഇപ്പം നമ്മൾ ഇൻക്ലൂഷനെ കുറിച്ചാണല്ലോ എല്ലാവരും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. മനുഷ്യനായി ജീവിക്കുന്ന ആളുകൾ രണ്ടു മാർഗമാണ് സ്വീകരിക്കുക. ഒന്നുകിൽ മയക്കുമരുന്നോ മറ്റൊക്കെ ഉപയോഗിക്കും മനുഷ്യന് സമാധാനം കിട്ടാൻ വേണ്ടിയിട്ട്. അത് കിട്ടുമല്ലേ എന്നുള്ള വേറെ കാര്യം. അല്ലാതുള്ള ആളുകൾ ആത്മീയമായ വഴി സ്വീകരിക്കുകയാണ്. ഇപ്പോ മതനിഷേധികൾ പോലും ഏതെങ്കിലും ഒരു അർത്ഥത്തിൽ ആത്മീയത ഉൾക്കൊള്ളേണ്ടി വരുന്നവരാണ് ഒരു നിശ്ചിത ഘട്ടത്തിൽ. ഒരു എത്ര തള്ളി പറഞ്ഞാലും, മതത്തെ തള്ളി പറഞ്ഞാലും, ദൈവത്തെ തള്ളി പറഞ്ഞാലും, ജീവിതത്തിൽ ഒരു നിർണായക ഘട്ടത്തിൽ എത്തുമ്പോൾ തന്നെത്താൻ ആ ഒരു ആത്മീയമായ ഒരു അവസ്ഥയിലേക്ക് എത്തും. അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ പെട്ടെന്ന് അയാളുടെ ബുദ്ധി പോലും മറയിടുന്ന ലഹരിയുടെ വഴിയിലേക്ക് തിരിയും. ഇത് മതത്തിനപ്പുറം മനുഷ്യൻ ആത്യന്തികമായിട്ട് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. ഇതിനാണ് നമ്മുടെ ഇപ്പൊ എയർപോർട്ടുകളിൽ, നിങ്ങളൊക്കെ വിദേശത്ത് യാത്ര ചെയ്യുന്ന ആളുകൾ, എയർപോർട്ടുകളിൽ മെഡിറ്റേഷൻ സെന്ററുകൾ ഉണ്ടല്ലോ. അത് ഓരോരുത്തർ അവരുടേതായിട്ടുള്ള രീതി അനുസരിച്ച് പോയി പ്രാർത്ഥിക്കുന്നു, ധ്യാനിക്കുന്നു. ഒന്ന് കണ്ണടച്ച് മിണ്ടാതിരിക്കുന്ന ആളുകളുണ്ടല്ലോ, അതിന് സമയം കണ്ടെത്തുന്ന ആളുകളുണ്ടല്ലോ. ഇപ്പൊ നമ്മുടെ നാട്ടിൽ വ്യാപകമായി മെഡിറ്റേഷൻ സെന്ററുകൾ വർദ്ധിച്ചു വരികയാണ്. അതൊന്നും ഒരു കച്ചവടമായിട്ട് മാറി. എന്തിനാ മെഡിറ്റേഷൻ സെന്ററുകൾ വർദ്ധിച്ചു വരാൻ കാരണം? മനുഷ്യന് മാനസികമായിട്ടുള്ള ഒരു സംതൃപ്തിക്കും ഒരു ആത്മവിശ്വാസത്തിനും അവന്റെ ടെൻഷൻ മാറ്റാൻ വേണ്ടിയിട്ടുള്ള സംഗതികളാണ്. കൗൺസിലിംഗ് സെന്ററുകൾ, കൗൺസിലിങ്ങൾ വ്യാപകമായിട്ട് നടക്കും. എന്താ കൗൺസിലിങ്ങിന്റെ കാര്യം? ഒരു മനുഷ്യന് പറയാനുള്ളത് മനസ്സ് തുറന്ന് പറയാൻ ആളില്ലാത്തതുകൊണ്ടാണ്. അവന്റെ മാതാപിതാക്കളെ കേൾക്കാൻ, അല്ലെങ്കിൽ മാതാപിതാക്കൾക്ക് മക്കളെ കേൾക്കാൻ, ഭാര്യക്ക് ഭർത്താവിനെ കേൾക്കാൻ, ഭർത്താവിന് ഭാര്യയെ കേൾക്കാൻ, ഇതിനൊന്നും ഇന്നത്തെ ലോകത്ത് സംവിധാനങ്ങളില്ല. അപ്പൊ സ്വാഭാവികമായിട്ടും ഒരു കൗൺസിലർ അടുത്ത് പോയി അഭയം തേടുകയാണ്. ഈ കൗൺസിലറുടെ അടുത്ത് പോയിട്ട് അരമണിക്കൂർ അവന്റെ മനസ്സ് തുറന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ ആ കൗൺസിൽ അവസാനം എന്തെങ്കിലും ഒരു സമാശ്വാസത്തിന് 2-3 ഉപദേശങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ അവന്റെ മനസ്സ് നിറഞ്ഞു, സംതൃപ്തിയായി. ഈ ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പൊ അങ്ങനത്തെ ഒരു ലോകത്ത് ജീവിക്കുമ്പോൾ ഒരു 2-3 മിനിറ്റ് നിസ്കരിക്കുന്നു, അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്നു, അല്ലെങ്കിൽ ധ്യാനിക്കുന്നു, അല്ലെങ്കിൽ ആ രീതിയിൽ മനുഷ്യൻ പോവുക എന്നുള്ളത് ഒരു സ്വാഭാവികമായ മനുഷ്യർക്കിടയിൽ നടക്കുന്ന ഒരു സംഗതിയാണ്. അതേ ഇവിടെ നടന്നിട്ടുള്ളൂ. അതിനെ മറ്റു തലങ്ങളിലേക്ക് കൊണ്ടുപോകുക എന്നുള്ളൊരു വൃത്തികെട്ട ശൈലിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ അറിയേണ്ടത് ഇതൊക്കെ മുസ്ലിങ്ങളുമായി ബന്ധപ്പെട്ട വിഷയമായതുകൊണ്ടാണ് ഇവിടെ വലിയ സംഗതി നടക്കുന്നത്. ഉദാഹരണം ഞാൻ പറയാം. നമ്മുടെ ഏതെങ്കിലും നഗരത്തിൽ പ്രവർത്തിക്കുന്ന ഒരു മുസ്ലിം മാനേജ്മെന്റിന് കീഴിലുള്ള ഒരു ഗേൾസ് ഹോസ്റ്റൽ. ആ ഗേൾസ് ഹോസ്റ്റലിന്റെ
മേധാവി പറയുന്നു, നിങ്ങൾ പെൺകുട്ടികളാണ്, പെൺകുട്ടികൾ താമസിച്ച് പഠിക്കുന്ന ഹോസ്റ്റലാണ്, നിങ്ങൾ രാത്രി 8 മണിക്ക് ശേഷം പുറത്തിറങ്ങാൻ പാടില്ല. ഇതൊരു മുസ്ലിം മാനേജ്മെന്റ് ഹോസ്റ്റലിന്റെ നിയമമാണെങ്കിൽ അവിടെ പെൺകുട്ടികളുടെ അവകാശത്തെക്കുറിച്ച് സംസാരിക്കാൻ ആളുണ്ടാകും, വ്യക്തി സ്വാതന്ത്ര്യത്തെക്കുറിച്ച് സംസാരിക്കാൻ ആളുണ്ടാകും, പെൺകുട്ടി ആൺ പെൺ വിവേചനത്തെക്കുറിച്ച് സംസാരിക്കാൻ ആളുകൾ ഉണ്ടാവും. പക്ഷെ ഇവിടെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ഗേൾസ് ഹോസ്റ്റലില് രാത്രി ഒരു നിശ്ചയ സമയത്തിന് ശേഷം പെൺകുട്ടികൾ പുറത്തിറങ്ങാൻ പാടില്ല എന്ന് പറഞ്ഞപ്പോൾ അതെന്തായി? അതിവിടെ പെൺകുട്ടിയുടെ സുരക്ഷയുടെ നിയമമായി, പെൺകുട്ടിയുടെ സംരക്ഷണത്തിന് നിയമമായി. അത് പെൺകുട്ടികൾക്ക് വേണ്ടി ഗവൺമെന്റ് ഹോസ്റ്റൽ ചെയ്യുന്ന വലിയൊരു സുരക്ഷാ മാനദണ്ഡത്തിന്റെ നിയമമായി. ഇത് നേരെ ഒരു മുസ്ലിം മാനേജ്മെന്റ് ആണെങ്കിൽ അവിടെ വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെ വാക്താക്കൾ വേറെ വരും. ഇത് ഒരു രണ്ട് നിയമമാണ്, രണ്ട് രീതിയാണ്. മുസ്ലിങ്ങളുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ ഇവിടുത്തെ വേറെ നിയമമാണ്, മറ്റുള്ള ആളുകൾ ചെയ്യുകയാണെങ്കിൽ ഇത് വേറെ നിയമമാണ്. അപ്പൊ ഏത് വിഷയത്തെയും അങ്ങനെ കാണുന്ന ഒരു ലോകത്തും ഒരു സാഹചര്യത്തിലുമാണ് നമ്മൾ ജീവിക്കുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയണം. ഇത്തരം ആളുകൾക്കിടയിലാണ് ജീവിക്കുന്നത് എന്ന ബോധത്തോടു കൂടി ഈ വിഷയത്തെ കൈകാര്യം ചെയ്യുക എന്നുള്ളതാണ് ഇതിനൊക്കെ ഒരു പരിഹാരം. അതിനപ്പുറത്തേക്ക് ഇതിനകത്ത് വേൾഡ് ലെവലിൽ തന്നെ ക്യാമ്പസുകൾ എടുത്ത് നോക്കിയാൽ റിക്രിയേഷൻ സെന്ററുകൾ കാണാൻ പറ്റും. റിക്രിയേഷൻ സെന്ററുകൾ മാത്രമല്ല, അപ്പോൾ ഓക്സ്ഫോർഡ് സെൻട്രൽ മോസ്ക് നിങ്ങൾക്ക് ഗൂഗിൾ ചെയ്താൽ കിട്ടും. ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയുടെ സെൻട്രലിൽ തന്നെ മിക്കവാറും വേൾഡ് ലെവൽ യൂണിവേഴ്സിറ്റികളിലൊക്കെ നിലവിൽ മോസ്കുകളുണ്ട്, റിക്രിയേഷൻ സെന്ററുകളുണ്ട്. ഇപ്പോൾ NIT ട്രിച്ചിയിൽ അവിടെ NIT ക്യാമ്പസ് അല്ലെങ്കിൽ ഗവൺമെൻറ് തന്നെയാണ് ട്രിച്ചി ക്യാമ്പസിൻ്റെ ഉള്ളിൽ NITയുടെ ഉള്ളിൽ പള്ളി ഉണ്ടാക്കി കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതൊരു വേൾഡ് ലെവലിൽ തന്നെ കുട്ടികൾക്ക് ഒരു റിക്രിയേഷൻ വേണ്ടിയിട്ടുള്ള സമയം കണ്ടെത്തുകയും പ്രത്യേകിച്ച് ഈ സയൻറ്റിഫിക് ആയിട്ടുള്ള സാധനങ്ങളും അവൻ്റെ മനസ്സിനോട് ഒരിക്കലും സംസാരിക്കാത്ത വിഷയങ്ങളും പഠിക്കുന്ന കുട്ടികൾക്ക് ഇടയ്ക്കൊരു ആത്മശാന്തിക്കും മനസ്സമാധാനത്തിനും വേണ്ടിയിട്ട് ഇതിന് അവസരം ഉണ്ടാക്കി കൊടുക്കുകയാണ് സത്യത്തിൽ മാനേജ്മെൻറ്റുകൾ ചെയ്യേണ്ടത്. അത് അവർക്ക് സ്ഥലമുണ്ടെങ്കിൽ ഒരേ സ്ഥലത്ത് തന്നെ പള്ളിയും അമ്പലവും ചർച്ചുമൊക്കെ ഒരു കുടക്കീഴിൽ ഉണ്ടാക്കി കൊടുത്തിട്ട് യോഗ സെൻറ്ററും എല്ലാം കൂടി ആളുകൾക്ക് പറ്റുന്ന ഒരു സെൻറ്റർ ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു വലിയ മനസ്സിലേക്കാണ് മാനേജ്മെൻറ്റുകളൊക്കെ മാറേണ്ടത്. വേൾഡ് ലെവലിൽ ഇപ്പം അത് കാരണം ഏറ്റവും കൂടുതൽ റിസർച്ച് നടക്കുന്നത് പോസിറ്റീവ് സൈക്കോളജി, യോഗ, ഇതൊക്കെ നേരത്തെ സത്താർ സാഹിബ് പറഞ്ഞതുപോലെയുള്ള മനുഷ്യൻ്റെ സ്പിരിച്വൽ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ അത് ക്യാമ്പസിൽ അതിന് സംവിധാനം ഉണ്ടാക്കി കൊടുക്കുകയാണ്. അത് സങ്കുചിതമായിട്ട് ഇതിന് ഇല്ലാതെയൊക്കെയല്ല. നിലവിൽ കേരളത്തിൻ്റെ ക്യാമ്പസിൽ നിന്ന് ധാരാളം കുട്ടികൾ പുറത്തു പോകുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇത്തരം പോസിറ്റീവായിട്ടുള്ള സാധനങ്ങളിൽ പലപ്പോഴും നമ്മൾ വളരെ പിറകിലാണ് എന്നുള്ളതാണ്. ആ ഒരു ആംഗിളും കൂടി നമ്മളിവിടെ പരിഗണിക്കേണ്ടതുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് നമ്മൾ ഇൻക്ലൂഷനെ കുറിച്ചാണ് കൂടുതൽ സംസാരിക്കേണ്ടത്, എക്സ്ക്ലൂഷനെ കുറിച്ചല്ല. മതത്തിലേക്കും മയക്കുമരുന്നിലേക്കൊന്നും പോവാതെ പ്രാർത്ഥിക്കുകയും ദൈവബോധമുള്ള വിദ്യാർത്ഥികളായി നല്ല സന്മാർഗിക പ്രവർത്തനങ്ങൾ നടത്തുന്നതിൽ സത്യത്തിൽ ആ പ്രിൻസിപ്പിൾ അഭിമാനിക്കുകയാണ് വേണ്ടത്. എന്റെ വിദ്യാർത്ഥികൾ ഇങ്ങനെ ആയല്ലോ, നല്ല വിദ്യാർത്ഥികളാണല്ലോ. ഇതിൽ ആ വിദ്യാർത്ഥികൾക്ക് ഒരു അവാർഡ് കൊടുക്കുകയാണ് സത്യത്തിൽ പ്രിൻസിപ്പിൾ. ഒരു നന്മ ആഗ്രഹിച്ച് ചെയ്യുന്ന ഒരാളാണെങ്കിൽ ചെയ്യേണ്ടത് അതാണ് ഇക്കാലത്ത്. പ്രത്യേകിച്ച് മിലിറ്ററിയില്, പട്ടാളത്തില് പിന്നെ ഈ അല്ലെങ്കിൽ പണ്ഡിതന്മാർക്ക് വേണ്ടിയിട്ട് പ്രത്യേക റിക്രൂട്ട്മെന്റ് നടക്കാറുണ്ട്. പട്ടാളക്കാർക്ക് വേണ്ടിയിട്ട് പിന്നെ അവരുടെ പട്ടാള ക്യാമ്പിനകത്തുള്ള പള്ളിയിൽ ഇമാമ് നിൽക്കാൻ വേണ്ടിയിട്ടൊക്കെ നിലവിൽ റിക്രൂട്ട്മെന്റ് നടക്കുന്നുണ്ട്. അങ്ങനത്തെ ഒരു രാജ്യമാണ് ഇന്ത്യ. ഇവിടുത്തെ ഒരു പൊതുബോധം എന്ന് പറയുന്നത് മതകീയാണ്, അല്ലാതെ പൊതുബോധം എന്ന് പറഞ്ഞാൽ മതനിരാസല്ല. അതിപ്പോൾ റീസെൻ്റ്ലി കയറി വന്നിട്ടുള്ളതാണ്. പബ്ലിക്കിൻ്റെ ഇത് മതരഹിതമാണെന്നുള്ളത് അത് തെറ്റാണ്. ഇന്ത്യയുടെ ആ ഒരു വിജയം എന്ന് പറയുന്നത് തന്നെ അതിൻ്റെ പൊതുബോധം മതകീയമായ മതേതരത്വമാണ്, മതരഹിത മതേതരത്വമല്ല. അത് ഇപ്പോൾ കുറച്ചു കാലമായിട്ട് യൂറോപ്പിനെ വല്ലാണ്ട് പഠിച്ചപ്പോൾ നമ്മളിൽ അറിയാണ്ട് കയറി വന്നൊരു സാധനമാണ്. വിഷയത്തെ നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ തോന്നുന്നല്ലേ? നിർമ്മല കോളേജ് പിന്നെ ഒന്നുകൂടി കുട്ടികളുടെ കൂടി ഭാഗം കേട്ട് ശരിയാകുന്നുള്ളൊരു പ്രതീക്ഷയിൽ നമുക്ക് അവസാനിപ്പിക്കാൻ തോന്നും. അതായത് ഇപ്പോൾ വിദ്വേഷങ്ങൾ രാഷ്ട്രീയ ലാഭത്തിന് ഉപയോഗിക്കപ്പെടുന്ന ഇക്കാലത്ത് ക്യാമ്പസുകളാണ് ഹാർമണി നിലനിർത്തുന്നത്. അവിടെ മറകളില്ലാതെ പരസ്പരം സംസ്കാരങ്ങൾ കൈമാറാനും ഉൾക്കൊള്ളാനൊക്കെ കഴിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഒരു 3 വിദ്യാർത്ഥികൾക്ക് അവിടെ നിസ്കരിക്കാനുള്ള അനുമതി നിഷേധിക്കപ്പെട്ടപ്പോൾ, അല്ലെങ്കിൽ അവരുടെ നിസ്കാരം തടഞ്ഞപ്പോൾ അതിനെതിരെ ആ ക്യാമ്പസിലെ വിദ്യാർത്ഥികൾ മൊത്തമായിട്ടെന്ന് പറഞ്ഞാൽ അതിൽ ഏതെങ്കിലും വർഗത്തിൻ്റെയോ
മതത്തിൻ്റെയോ ജാതിയുടെയോ ചിഹ്നം വെച്ചിട്ടോ രാഷ്ട്രീയ ചിഹ്നങ്ങൾ വെച്ചിട്ടോ എല്ലാവരും ഒരുമിച്ചത്. ഒരു ഒന്നിച്ചിരുന്ന് അതിനെ എതിർക്കുകയും പ്രിൻസിപ്പളിനെ ചോദ്യം ചെയ്യുകയും ചെയ്യുന്ന അവസ്ഥ വന്ന് അത് ചോദ്യം ചെയ്ത രീതി ശരിയാണോ എന്നുള്ളത് മറ്റൊരു ചർച്ച. അത് അങ്ങനെ വന്നു പോയിട്ടുണ്ടാകും. പക്ഷേ അങ്ങനെ ഒരുമിച്ചിരുന്ന ഒരു വിദ്യാർത്ഥി കൂട്ടത്തെ നമ്മൾ ഒറ്റപ്പെടുത്തേണ്ടതില്ല. ആ ഒരുമിച്ചിരിക്കലുകളാണ് നമ്മൾ പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടത്. അവരെ ഒറ്റപ്പെടുത്തുന്ന രീതിയിൽ ആണ് പലപ്പോഴും മീഡിയാസ് ആയാലും മറ്റു ചർച്ചകൾ ചെയ്യുന്ന വലിയ മനുഷ്യന്മാരായാലും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് തിരുത്തപ്പെടണം. അതായത് ഒന്നിച്ചിരിക്കുന്ന അവസരങ്ങൾ നമ്മൾ കൂടുതൽ ഉണ്ടാക്കപ്പെടണം, നിർമ്മിക്കപ്പെടണം എന്നാണ് ക്യാമ്പസിങ്ങിനെതിരെ പറയാനുള്ളത്.